ചില്ലി സോയ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: സോയ ചങ്ക്സ് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്, 2 വലിയ സ്പൂൺ കോൺഫ്ലവർ, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, 2 സവാള ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക്, സോയ സോസ്, ചില്ലി സോസ്, പിന്നെ എണ്ണ, ഉപ്പ്. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് സോയ ചില്ലി തയ്യാറാക്കാം. നമുക്ക് ആദ്യം സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു വിസിൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ, അത് കൂടുതലാവരുത്, ആയാൽ ഒരുപാടങ്ങ് കുഴഞ്ഞു പോവും. ഒരു വിസിൽ, അതാണ് അതിൻ്റെ പാകം. ഇല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചാലും മതി, ഇത് വെന്ത് കിട്ടിക്കോളും. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. സോയ ചങ്ക്സ് നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ നിന്നും വെള്ളമൊക്കെ ഊറ്റി മാറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു 2 പീസായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ച് വെക്കണം നിർബന്ധമില്ല, ഫുള്ളായിട്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പം മുറിച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നു. മറ്റൊരു പാത്രത്തിൽ 2 സ്പൂൺ കോൺഫ്ലവർ ഇടാം. 2 വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയ സോസ് ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളത്തിൽ നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ ആക്കണം. ഇനി ഇതിൽ സോയ ചങ്ക്സ് ഇട്ട് മുക്കിയിട്ടാണ് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കോൺഫ്ലവർ ഇടുമ്പോൾ നമുക്ക് ഈ സോയ ചങ്ക്സ് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഈ കോൺഫ്ലവറും ഇതിൻ്റെ എല്ലാ ഫ്ലേവർ അതിലേക്ക് ആഡാവും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഇത് വറക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പാൻ വെച്ച് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ സോയ ചങ്ക്സിൻ്റെ പീസസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടും. ഇത് ഒരു സൈഡ് മുറിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇതൊന്ന് ബ്രൗൺ കളർ ആവട്ടെ, അതുവരെ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ സോയ ചങ്ക്സിൻ്റെ പീസസ് എല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇതിപ്പോൾ ഇങ്ങനെ കട്ട കെട്ടിയിരുന്നാലും കുഴപ്പമില്ല, നമുക്കിത് അടർത്തി മാറ്റാവുന്നതാണ്. സോയ ചങ്ക്സ് നന്നായിട്ട് ബ്രൗൺ കളറായി നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. മറ്റൊരു പാൻ വെച്ചു. പാൻ ചൂടായി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് ആദ്യം നമ്മളൊരു 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് വെക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം. ഇതിലേക്ക് പച്ചമുളക്, 4 പച്ചമുളക്, സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാളയോട് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം.
സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സവാള വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു തക്കാളി ചതുര കഷ്ണങ്ങളാക്കിയത് അത് ചേർത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യാം, ഒരു ചെറിയ സ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചില്ലി സോസ്. ഞാൻ റെഡ് ചില്ലി സോസാണ് എടുത്തേക്കുന്നത്. ഗ്രീൻ ചില്ലി ആയാലും കുഴപ്പമില്ല. ഒരു സ്പൂൺ റെഡ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കണം. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പൊരിച്ചെടുത്ത് വെച്ചേക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഉപ്പ് ഇത് പൊരിക്കാൻ നേരത്ത് മാത്രം കുറച്ച് ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് ശരിക്കും ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത്രേ ഉള്ളൂ, നമ്മുടെ ചില്ലി സോയ റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചില്ലി സോയ റെഡി ആയിക്കഴിഞ്ഞു. ഇത് വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.